ഇതെന്റെ ആക്ച്വലി ഇതൊരു 4ാമത്തെ IFFK ആണ്. ഞാൻ കഴിഞ്ഞ വർഷവും വന്നിരുന്നു. പിന്നെ അത് കോവിഡ് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് വരണം. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു IFFK വൈബ്. എനിക്ക് ആക്ച്വലി സിനിമയിൽ ഒരുപാട് നമുക്ക് അറിയാം എല്ലാവരെയും. പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ട് റീകണക്ട് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ പുതിയ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആക്ച്വലി എനിക്ക് ഇഷ്ടമാണത്. ഈ കഴിഞ്ഞ വർഷവും ഞാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് അധികം വരാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം ഞാൻ പിന്നെ ഒരാഴ്ചയോടെ നിൽക്കാന്ന് ഓർത്തു. അങ്ങനെ സിനിമകൾ ഇതിപ്പോ ഞാനൊരു ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഞാൻ ആ ഡയറക്ടറിനെ കണ്ട് ഞാൻ വളരെ നന്നായിട്ട് പറഞ്ഞു. കാരണം ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ഉള്ള മൂവീസ് അധികം വരാറില്ല. അപ്പൊ അത്രയും നന്നായിട്ട് അത് നന്നായി എടുത്തു വെച്ചിട്ടുണ്ട് സിനിമ. അതേപോലെ തന്നെ ആക്ട് ചെയ്തവര്, ആ ഫാത്തിമ എന്ന് പറഞ്ഞ റോൾ ചെയ്ത ചേച്ചി, ഞാൻ ആ ചേച്ചിനെ അധികം കണ്ടിട്ടില്ല, പക്ഷെ ആ ചേച്ചി നന്നായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ വരെ നല്ല കിഡിലനായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളത് കണ്ടിറങ്ങുമ്പോൾ ഇപ്പൊ എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതുവരെ കണ്ടതിൽ നല്ലൊരു, ഈ പ്രാവശ്യത്തെ നല്ലൊരു മൂവി എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു മൂവിയാണ്. കാരണം ഞങ്ങൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ അതൊരു തറയിലിരുന്ന കണ്ടത്. ഞാൻ എന്റെ ഫ്രണ്ടിനോട് വെച്ചു, ഇവിടെ തറയിലിരുന്ന് കാണുന്ന. അപ്പോൾ പറഞ്ഞ് ഇത്രയും പേര് ക്യൂ ഒക്കെ നിന്ന് ചെയ്യുന്നില്ല, നമുക്ക് കാണാന്ന് പറഞ്ഞു. പക്ഷെ തറയിൽ നിന്ന് എണീക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വേർത്താണ്, താഴെ നിന്ന് കണ്ടാലും വേർത്താന്ന് പറഞ്ഞു. അപ്പൊ നല്ല നല്ല മൂവീസ് ഇനിയും IFFKയിൽ വരട്ടെ. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കാണാൻ അവസരം തന്നതിനും IFFKയ്ക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും അടിപൊളി ആവട്ടെ എല്ലാ കാര്യങ്ങളും. എൻ്റെ ഇനി മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞൊരു പടം വരാനുണ്ട്. അതേപോലെ തന്നെ ബോബൻ സാമുവലിന്റെ, പിന്നെ അതേപോലെ നമുക്ക് കോടതി കാണാന്ന് പറഞ്ഞൊരു മൂവി, അത് പിന്നെ ഒരു തമിഴ് മൂവിയാണ്. പിന്നെ ജാനുവരിയിൽ ഒരു മൂവി ഷൂട്ട് തുടങ്ങാനുണ്ട്. അത്ര തന്നെ. ശരി. എൻ്റെ വീട് അങ്കമാലി ആണെങ്കിലും ട്രിവാൻഡ്രം ഞാൻ വരും. ഈ എല്ലാ ഡിസംബറും ഞാൻ കുറച്ച് ഒരാഴ്ച ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെക്കാറുണ്ട്. ഞാൻ ആക്ച്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഇതും കൂടി ഇങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യുന്നു, കുഴപ്പമില്ലാണ്ട്. എനിക്ക് ആക്ച്വലി നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 100% ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, അതെനിക്ക് സിനിമ, ഇതാണ് എൻ്റെ പ്രൊഫഷനായിട്ടത്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ ഫീഡ് ചെയ്യിപ്പിക്കുന്നതും ഉണ്ട്. നമുക്ക് ജീവിക്കണമല്ലോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമാണ് നമ്മൾ വർക്ക് ചെയ്ത്. ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, MTech അത് കഴിഞ്ഞ് അതെടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് അറിയപ്പെടാനാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് ഞാനൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാനാണ്. അപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്യണു, കുഴപ്പമില്ല. വളരെ മോശമായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, സിനിമയാണെങ്കിലും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാ. അപ്പൊ അതുകൊണ്ട് അവര് നോക്കുമ്പോൾ ആഫ്റ്റർ ഓൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതല്ലേ എന്ത് ജോലി ചെയ്യുന്നതിലും നമ്മൾ 100% കൊടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഈ വൈബ്, ഇത് എനിക്കെല്ലാം ഇഷ്ടമാണ്. ഇഷ്ടമുള്ളത് ചെയ്യുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. മാരേജ്, ഓ മൈ ഗോഡ്, മാരേജ് ഇതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടുമ്പോൾ കെട്ടും. അതുവരെ ട്രൈ നോക്കും. ഞാൻ ആക്ച്വലി അറേഞ്ച് മാരേജ് കുറെ നോക്കി, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് സെറ്റ് ആവണില്ല. അപ്പൊ ഞാൻ ഇനി വരുമ്പോ വരട്ടെ. നമ്മൾ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഇത് ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അതങ്ങനെ വിട്ടുകൊടുക്കുക, ആ ഒരു യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. വരേണ്ട സമയമാകുമ്പോൾ വന്നോളും. ഓക്കെ, സമയമാവട്ടെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമയിൽ വന്നത് ടൈമിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതല്ല, പക്ഷെ പിന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാത്തിൻ്റെ അതിൻ്റെ ടൈമുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് എഫോർട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ചേച്ചി പറയാറുണ്ട്, ഈ എഫോർട്ട് നീ കല്യാണത്തിന് വേണ്ടി എടുത്തിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും കെട്ടിപ്പോകുന്നു. പക്ഷെ ശരിയാണ്, ഞാൻ അതിനു വേണ്ടി എഫോർട്ട് എടുത്തിട്ടില്ല, ഞാൻ ഇതിനു വേണ്ടിയാണ് എഫോർട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട് എനിക്ക് തിരിച്ചു നടക്കുമ്പോൾ. ഓക്കെ, ഐ ഡിഡ് സംതിങ് എന്ന് എനിക്ക് പറയാനുണ്ട്. കുഴപ്പമില്ല, ഐ എം ഗ്രേറ്റ്ഫുൾ എല്ലാത്തിലും. ഓക്കെ, താങ്ക് യു.